ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പരിശുദ്ധമായ മക്കയിൽ വെച്ച് ചെയ്തൊരു ദുആ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. എന്താ ഖുർആൻ എടുത്തു പറഞ്ഞ? റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ ഫജഅൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹിം. ഇബ്രാഹിം നബിയുടെ ഒരു ദുആ ഖുർആൻ എടുത്തു പറയണം. ഇബ്രാഹിം നബി ഹാജറ ബീവിനെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും മക്കത്ത് കൊണ്ടുപോയാക്കുമ്പോൾ ഈ മൂന്നാൾക്കാരല്ലാതെ നാലാമത്തെ ഒരാൾ അവിടെ ഇല്ല. നാലാമതൊരാൾ ഇല്ല എന്ന് മാത്രവുമല്ല, ഒരു പറവ പോലും മക്കയിലേക്ക് വരാറില്ല. പാറക്കെട്ടുകൾ നിറഞ്ഞ മലകൾക്കിടയിൽ ഹാജറ ബീവിയെയും പൊന്നുമോനെയും അമ്മിഞ്ഞ പാൽ മോന്തി കുടിക്കുന്ന പൊന്നുമോനെയും വിട്ടേച്ചു പോരുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്തത് എന്താണെന്നറിയോ? കഅബക്ക് നേരെ തിരിഞ്ഞു ഒരൊറ്റ പ്രാർത്ഥനയാണ്. നമുക്ക് എന്തേലും വിഷമം വന്നാ നമ്മൾ പായിട്ട് വേറെ ഏതോ സ്ഥലത്തേക്ക് ദുആ. അല്ലാഹുവിന് അതാണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ അടയാളത. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പതറിയില്ല. എല്ലാം സാധിപ്പിച്ചു തരാൻ കഴിയുന്നവരല്ലേ എൻ്റെ റബ്ബ്. ഒരൊറ്റ പ്രാർത്ഥന. റബ്ബന. എന്താ കാരണം? മക്കത്ത് ഒരു പുൽക്കൊടി പോലും മുളക്കൂല. മക്കത്ത് പോയ ആളുകൾക്കറിയാം, മുഴുവൻ പാറയാണ്. ഇപ്പൊ ഒരുപാട് മലയും പൊളിച്ചു പോയതാണ്. ഒരു പുൽക്കൊടി പോലും മുളക്കാത്ത പാറക്കെട്ടുകൾ, ഒരിറ്റ് വെള്ളം പോലും ഇല്ല അവിടെ. അവിടെയാണ് ഹാജറ ബീവിയും മകനെയും കൊണ്ടേക്കണത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കയ്യിൽ ഏതാനും ചില ഈത്തപ്പഴം, കുറച്ച വെള്ളം അത് കൊടുത്തു. തിരിച്ചു പോരാ. ഏത് മനുഷ്യനും ചിന്തിക്കൂല പഠിച്ചോനെ ഇത് കഴിഞ്ഞാൽ എന്താവും. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മനസ്സും അങ്ങനെ ചിന്തിച്ചു. പക്ഷേ ഇബ്രാഹിം അലൈഹിസ്സലാം പതറിയില്ല. ഒരു പുൽക്കൊടി പോലും മുളക്കാത്ത ഈ മക്കയിൽ എന്റെ മക്കൾ എന്ത് തിന്നുമല്ല, ഒരിറ്റ് വെള്ളം പോലും ഇല്ലാത്ത ഈ പാറക്കെട്ടുകൾക്കിടയിൽ ദാഹം വന്നാൽ അവർ എന്ത് ചെയ്യുമല്ല. ഇബ്രാഹിം അലൈഹിസ്സലാം ചിന്തിച്ചു. എന്നിട്ട് ബേജാറാവൊന്നുമില്ല. എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം ആലോചിച്ചു, ഈ പാറക്കെട്ടുകളിലും എന്റെ കുട്ടിക്ക് വെള്ളം കൊടുക്കാൻ കഴിയുന്നവനാണല്ലോ റബ്ബ്. ഈ പാറക്കെട്ടുകൾക്കിടയിലും ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നവനാണല്ലോ എന്റെ റബ്ബ്. അതുകൊണ്ട് രാജാതിരാജനായ റബ്ബിലേക്ക് കയ്യങ്ങ് പൊക്കിയിട്ടൊരൊറ്റ പ്രാർത്ഥന. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം. ഒരു പുൽക്കൊടി പോലും മുളക്കാത്ത നിന്റെ പരിശുദ്ധമായ കഅബയുടെ മുറ്റത്ത് ഞാൻ എന്റെ പൊന്നുമോനെയും ഭാര്യയും വിട്ടേച്ചു പോവുകയാണ്. ഞാൻ എന്തിനാ അവരവരെ കൊണ്ടുവന്നാക്കിയത്? റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ. അവർ നിസ്കാരം നിലനിർത്താനാണ്. സാറേ, നിസ്കാരം പോയാലും തിരക്കടില്ല. എന്റെ കുട്ടി 4 ഇംഗ്ലീഷ് പഠിച്ചാൽ മതിയെന്നല്ല, എന്റെ കുട്ടിക്ക് സയൻസിൽ നല്ല മാർക്കുണ്ടായാ മതിയെന്നല്ല, എന്റെ കുട്ടിക്ക് SLCയിൽ എല്ലാത്തിലും A+ കിട്ടണമെന്നല്ല. റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ. അവർ നിസ്കാരക്കാരാവാനാ ഞാനിവിടെ കൊണ്ടുവന്ന് ചേർത്ത്, ഞാൻ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. ഫജഅൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹിം. അതുകൊണ്ട് റബ്ബേ, എൻ്റെ കുട്ടിക്ക് ഞാൻ ആ കൊടുത്ത വെള്ളം കഴിഞ്ഞാൽ പിന്നെ വെള്ളം അവരുടെ കയ്യിലില്ല, ഭക്ഷണം അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് ജീവിതം അവർക്ക് ദുസ്സഹമാവും. പഠിച്ചോനെ, ഏറ്റെടുക്കണം, നീ ഏറ്റെടുക്കണം അല്ലാഹുവേ. ഇവിടെ ഭക്ഷണം ഇവിടെ ഒന്നും മുളക്കില്ല. അതുകൊണ്ട് ആളുകളെ ഈ മണ്ണിലേക്ക് നീ അടുപ്പിച്ചു കൊടുക്കണം, അവരുടെ അടുത്തേക്ക്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്നാൽ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്ഷണം അവർക്ക് ലഭിക്കുമല്ലോ. അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിനെ ഈ മണ്ണിലേക്ക് നീ ആഗ്രഹിപ്പിച്ചു കൊടുക്കണം. ഇബ്രാഹിം നബി ദ്വാരുന്ന അങ്ങനെ. ഇബ്രാഹിം നബി ദ്വാരുന്നിട്ട് മനസ്സമാധാനത്തോടെ തിരിച്ചുപോയി. നമ്മൾ ദ്വാരുന്ന ഞമ്മക്ക് തന്നെ ഉറപ്പില്ലത് കിട്ടുമെന്ന്. ഞാൻ ദ്വാരുന്നതാണ്, ശരിയാവുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല എന്നാ പറയാം. അങ്ങനെ ദ്വാരുന്നിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഒരാൾ ദുആ ചെയ്യുമ്പോൾ യഖീനോടെ ദുആ ചെയ്യണം, ഉറപ്പിച്ചു ദ്വാരക്കണം, എന്റെ റബ്ബ് എനിക്ക് തരും. അങ്ങനെ ദ്വാരക്കേണ്ടത്. അങ്ങനെ ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ ശരി എന്താ അറിയും,
പോയിട്ട് ഡോക്ടർ 3-4 മാസം സ്കാൻ ചെയ്തിട്ട് ചിലപ്പോൾ പറയാം ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞാൽ പിന്നെ അവളെ മനസ്സിൽ ഓപ്പറേഷൻ 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 മരിക്കണ വരെ ഓപ്പറേഷൻ, പിന്നെ ഓപ്പറേഷൻ തന്നെ ആവുള്ളൂ. ഡോക്ടർ ആരത് പറയാൻ? എന്റെ ഗർഭപാത്രത്തിൽ ഈ കുട്ടിയെ തന്നത് എന്റെ റബ്ബല്ലേ, ഓൻ തീരുമാനിക്കുന്നു പറയാനല്ലേ ഈമാൻ പോലും നമ്മുടെ ഖൽബിലില്ലെങ്കിൽ പിന്നെ അള്ളാഹ് മാറിക്കും, പിന്നെ നമ്മൾ ഒറ്റക്ക് ഏറ്റെടുക്കേണ്ടി വരും. അതപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസവ ഓപ്പറേഷൻ ആയ പിന്നെ ഈ പെണ്ണുങ്ങളൊക്കെ പറയുന്നൊരു വർത്താനുണ്ട്, രണ്ടാമത്തേത് എന്തായാലും ഞാൻ ഒരു പെണ്ണിങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ആ പെണ്ണിനോട് ചോദിച്ചു, നിങ്ങൾക്ക് അള്ളാഹ് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. അവനോട് ഉണ്ട്. ഞാൻ ചോദിച്ചു എന്താ വിശ്വാസം? അള്ളാഹ് ഏകനാണ്. അള്ളാഹ് ഏകനാന്ന് മാത്രമല്ല വിശ്വാസം അല്ല, അള്ളാഹ് എല്ലാത്തിനും കഴിയും. ഞാൻ പറഞ്ഞു ഒന്നാമത്തത് ഓപ്പറേഷനാ, രണ്ടാമത്തെ ഓപ്പറേഷൻ ആരാ നിങ്ങളോട് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞാന്ന്. എന്നാ ഞാൻ പറഞ്ഞു മാറ്റി ചിന്തിക്കുന്നു, മാറ്റി ചിന്തിക്കുക. എന്റെ ഗർഭത്തിലുള്ള കുട്ടിയെ സൃഷ്ടിച്ച റബ്ബിന് ഓപ്പറേഷൻ ഇല്ലാതെ അത് കുട്ടിയെ ഭൂമിക്ക് കൊണ്ടുവരാൻ കഴിയും നിങ്ങൾ വിശ്വസിക്കുന്നത്? അന്ന് മുതൽ അങ്ങനെ ദ്വാരക്കുന്നു. അത്ഭുതം. 2 മാസം മുമ്പ് ആ കുടുംബം വിളിച്ചിട്ട് പറയണത് സുഖമായി പ്രസവിച്ചു. ഡോക്ടർ 7-ാം തീയതി ഡേറ്റ് പറഞ്ഞ് 5-ാം തീയതി എന്നെ പ്രസവിച്ചു. 7-ാം തീയതി ഓപ്പറേഷൻ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞതാ. 5-ാം തീയതി വേദന വന്നുകൊണ്ട് ഞാൻ സുഖമായി പ്രസവിച്ചു, ഇല്ലേ ഓപ്പറേഷൻ നടക്കുകയോ? നമ്മക്കങ്ങനെ ഉറപ്പില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം ഒക്കെ പറയൂ, ഖലീലുല്ലാഹി ഇബ്രാഹിം. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, ഒരു പെണ്ണിനെ ഒരു കുട്ടിനെ വിജനമായ സ്ഥലത്ത് ആരുമില്ലാത്ത പാറക്കെട്ടിൻ്റെ ഉള്ളിലാക്കിയിട്ട് പടച്ചോനോട് ദ്വാരന്നിട്ട് അള്ളാനെ ഏൽപ്പിച്ചിട്ട് മൂപ്പര് സമാധാനത്തോടെ തിരിച്ചു നടക്കുകയാണ് ഇങ്ങോട്ട് ഫലസ്തീനിലേക്ക്. നമ്മളൊക്കെയാണ്, നിങ്ങൾ വിചാരിച്ചോളേ, ഒരു പെണ്ണിന് ഒരു ചെറിയ കുട്ടീനെ എയർപോർട്ടിൽ കൊണ്ടുപോയിട്ട് പോലെ ദുബായിക്ക് അയക്കാൻ തന്നെ വിചാരിച്ചോളി. നമ്മളൊക്കെ എന്താ പറയാ? അയാളൊരു കൽവിൻ്റെ ഉറപ്പേ, അയാളെന്ത് മനുഷ്യനാന്നൊക്കെ ചോദിക്കും. ഒന്നുമില്ല, നമ്മൾ ഞങ്ങനെ അയക്കേണ്ടി വന്നാൽ തന്നെ ഏതെങ്കിലും ഒരു യാത്രക്കാരന്റെ കൂടെ കൂട്ടിക്കെട്ടിയിട്ടാണല്ലോ വിടുക, അല്ലേ? ഏതെങ്കിലും ഒരു യാത്രക്കാരന്റെ കൂടെ കൂട്ടിക്കെട്ടിയിട്ടാ വിടുക. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തിരിച്ചു നടന്നു ഫലസ്തീനിലേക്ക്. ഒന്നും ചിന്തിച്ചില്ല, കയ്യിലുള്ള വെള്ളം കഴിഞ്ഞു, ഭക്ഷണം കഴിഞ്ഞു, കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. മകന് ദാഹിക്കാൻ തുടങ്ങി. അതല്ലേ ഹജ്ജ് നമ്മൾ പഠിപ്പിക്കുന്ന ദുആയാണ്, നിസ്കാരം പഠിപ്പിക്കുന്ന ദുആയാണ്, റമളാൻ പഠിപ്പിക്കുന്നത് ദുആയാണ്. പക്ഷേ നമ്മളിട്ട് ദ്വാരന്നിട്ട് കിട്ടണില്ല. എന്താ കാരണം? ദ്വാരക്കണ്ട പോലെ ദ്വാരക്കാത്തോണ്ടാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പൊന്നുമോനാണ്. ദാഹിച്ചിട്ട് കരയാണ്. ഉമ്മാക്കത് കാണാൻ കഴിയുന്നില്ല. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ പൊന്നുമോന്റെ കരച്ചിൽ കണ്ടപ്പോ അങ്ങനെ ബേജാറായിട്ട് എന്താ ചെയ്യണ്ടേ എന്നുള്ള നിലക്കൊരു പെണ്ണിന്റെ പാച്ചിലുണ്ട്. എങ്ങട്ടാന്നൊന്നും അറിയില്ല. പാച്ചിൽ ഓടി സഫന്റെ മുകളിൽ അപ്പുറത്തൂടെ ആരെങ്കിലും പോകണം. ആര് പോലാന്ന് കാരണം മക്കയിലൂടെ ആരും യാത്രക്കാർ പോവാറില്ല. പക്ഷെ ആ പെണ്ണിന്റെ ബേജാറാണ്, ഒരുമ്മയുടെ ബേജാറാണ്. ഓടി സഫയിൽ മറുഭാഗത്ത് ആരെയും കാണാതെ ഇരുന്നപ്പോ സഫ മർവായിലേക്ക് ഓടിക്കേറി മറുഭാഗത്ത് ആരെങ്കിലും പോകുന്നുണ്ടോ? ആരും കാണില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഉടനെ ബേജാറായ ഓട്ടം, 7 ഓട്ടം. ആ 7 ഓട്ടം ഇന്നും മക്കയിലെ ഹജ്ജിനും ഉംറക്കും പോണ ആളോട് ഓടാൻ പറയണ്. എന്തിനാ ഓടാൻ പറയണേ? ആ ഹാജറ ഓടിയിട്ട് ആ ബേജാറായ രംഗമോർത്തിട്ട് അവിടെ റബ്ബ് സഹായിച്ചതിനെ കുറിച്ച് ചിന്തിക്കാൻ റബ്ബിനോട് ചോദിച്ചപ്പോ അല്ലാഹു തആല കൊടുത്തു. എന്താ കൊടുത്തത്? പൊന്നുമോന്റെ കരച്ചിൽ അടങ്ങിയപ്പോ ഹാജറ അടുത്തു പോയി നോക്കുമ്പോ പൊന്നുമോഹൻ കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് വെള്ളം ഇങ്ങനെ ഉറവ് വരികയാണ്. വെള്ളം ഇങ്ങനെ ഉറവ് വരടെ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന്. ഒരു കുട്ടിന്റെ കാലുകൊണ്ട് അടിച്ചാല് ഒരു ഇരുമ്പിന്റെ ഒലക്കൊണ്ട് കുത്തിയതാന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയെങ്കിലും വിശ്വസിക്കാം, അല്ലെ? ഇപ്പൊ അടുത്തൊരാൾ കിണർ കുഴിച്ചിട്ട് 9 കോല് താഴ്ന്ന് പാറ കണ്ടു. എന്നോട് പറഞ്ഞു വെള്ളം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി മറ്റേ എന്താ ഒരു സാധനമില്ലേ പാറ തോൽക്കണം, എന്തായാലും പറയാ, നിങ്ങൾക്ക് അതൊന്നും പരിചയമില്ലാന്ന് തോന്നുന്നു. കംപ്രഷർ അതെടുത്തിട്ട് മൂപ്പര് കുത്തി നോക്കി. അപ്പൊ 1 മീറ്ററോളം താന്നപ്പോ വെള്ളം തെറിച്ചു. ഇതൊരു കുട്ടിയുടെ വലിയ മനുഷ്യന്മാരെ കാലുകൊണ്ടാ ചവിട്ടിയെന്നൊക്കെ. ഒരു കുട്ടിയുടെ കാല് കൊണ്ടടിച്ചാ വെള്ളം വരും. പ്രാർത്ഥനയുടെ ശക്തിയാണ്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ
ഇന്ദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാ ഫജഅൽ അഫ്ഇദതം മിനൻ നാസി തഹ്വീ ഇലൈഹിം. ചോനെ ഇവരെ ഏറ്റെടുക്കണം അല്ലാഹ്, ഞാൻ പോവാണ്. പണ്ടങ്ങനൊക്കെ വിദ്യാഭ്യാസത്തിനൊക്കെ മക്കളെ മദ്രസയിലൊക്കെ കൊണ്ടുപോയി ചേർക്കണമെന്നല്ലേ ഒരു ദ്വാക്കെ നടത്തിയിട്ടാണല്ലോ കൊണ്ടുപോയാക്കുക. അങ്ങനല്ലേ പണ്ട് നമ്മൾ പറഞ്ഞ മൂല്യം ഒരു പൈസ ഉണ്ടാക്കാൻ ചെയ്ത ചില ചടങ്ങാണെന്ന്. അല്ലെങ്കിൽ എല്ലാ കുട്ടികളെ അങ്ങനല്ലേ ദ്വാ കൊണ്ട് ആരംഭിക്കുക. ആ കുട്ടികളെ ആ തലമുറയിലെ ആ ഒരു പ്രാർത്ഥനയുടെ നന്മയാണ് ആ തലമുറയിൽ നമ്മൾ കണ്ടത്. ഇന്നോ ആദ്യം ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ടുപോയി ചേർക്കും, എന്നിട്ട് അവിടുന്ന് തന്നെ മദ്രസും പഠിച്ചാൽ പോരെ എന്നാ ചോദിക്കണേ. എന്നാ നമുക്ക് പണി കുറഞ്ഞല്ലോ, നമ്മളങ്ങനല്ലേ ചിന്തിക്കണേ. എന്നാ രാവിലെ 8 മണിക്ക് ഒറ്റടിക്കാണ് പറഞ്ഞേച്ചാൽ മതി, എന്നാ പിന്നെ നമുക്ക് പണിയില്ലല്ലോ എന്നാ പറയുന്നത്. ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് ഖുർആൻ പഠിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചാൽ തെങ്ങും തോട്ടത്തിൽ വായ വെച്ച മാതിരി ഉണ്ടാവും. തെങ്ങും തോട്ടത്തിൽ വായ വെച്ചാൽ എന്താ മലേജി അതിന്റെ അവസ്ഥ? കൊല കിട്ടുന്നോ? കൊലൊന്നും ഉണ്ടാവില്ല. മണ്ടേക്ക് തേങ്ങി തീ ഓലമടലൊക്കെ വീണിട്ട് ഇതൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ടാവും. റബ്ബന ഓരോന്നിനും ഓരോ സംഗതി ഉണ്ട്. ഞാൻ പറഞ്ഞതറികള് മക്കളങ്ങളും നന്നായി റബ്ബിനെ ഏൽപ്പിച്ചൊരു സ്ഥലത്ത് കൊണ്ടുപോയി ആര് പേപ്പിക്കാൻ പേച്ചാലും ഒരു പേക്കൂല. അല്ലെങ്കിൽ പിന്നെ മറ്റോനെ ഓനെങ്ങനെ കൊണ്ടുപോയിട്ട് ഓനിങ്ങനെ പാൻറ്റിന്റെ പോക്കറ്റിൽ നിന്ന് എന്തോ എടുത്തിട്ടൊരു മൂലക്ക് ഇങ്ങനെ ആക്കിയിട്ട് അപ്പൊ ഇവനെ ചെന്ന് നോക്കി, ഇവൻ ചെയ്ത് കുറച്ച് എനിക്ക് വരുമെന്ന് ചോദിച്ചു. ഇനി പടച്ച റബ്ബിനെ ഏൽപ്പിച്ചു കൊണ്ടുപോയി ആക്കിയോനാന്ന് വിചാരിച്ചോളൂ, ആര് പേപ്പിക്കാൻ ശ്രമിച്ചാലും പേക്കൂല. നമ്മൾ ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിക്കണം. നമ്മൾക്ക് അങ്ങനെ ഒരു സ്വഭാവമേ ഇല്ലാതെയായി പോയി. എല്ലാം നമ്മൾ ആരൊക്കെയോ ഏൽപ്പിക്കുകയാണ്. മഹാനായ ഇസ്മാഈൽ അലൈഹിസ്സലാം കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് വെള്ളം വന്നു. വെള്ളം കിട്ടി. ഹാജറ ബീവിക്ക് സമാധാനമായി. ഈ വെള്ളത്തിന്റെ പ്രത്യേകത എന്താ? വെള്ളം കുടിച്ചാൽ ദാഹം മാത്രമല്ല, വിശപ്പും തീരുകയാണ്. അപ്പോഴാ മക്കയിലേക്ക് പക്ഷികൾ വന്നു തുടങ്ങി. വെള്ളമുള്ള സ്ഥലത്തേക്ക് പക്ഷികൾ വരും. മരുഭൂമിയിൽ പക്ഷികൾ വരുന്നത് കണ്ടപ്പോഴാണ് ആ ഭാഗത്തൂടെ യാത്ര പോകുന്ന ജുർഹും ഗോത്രത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവരിങ്ങനെ പറഞ്ഞു, അല്ലടാ മക്കത്ത് വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു, മക്കത്ത് പക്ഷികളെ കാണുന്നു. അപ്പൊ കൂടുതൽ ആൾക്കാർ പറഞ്ഞു, അങ്കണ്ട വലിയ പൊട്ടനാ മക്കത്തയുടെ വെള്ളം. അപ്പൊ വില പറഞ്ഞു, വെള്ളമില്ലാത്തടത്ത് പക്ഷികൾ വരൂല, പക്ഷികൾക്ക് പേക്കൂലല്ലേ വഴി പേക്കോ ഇല്ല. നമ്മൾ 10 വെക്കുവായാലും പിന്നെ ഞാനിപ്പോൾ ഇന്നലെ ഞാൻ ഇതിലെങ്ങനെ വന്നിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ചോദിച്ചു, ഇവിടെ ആ പള്ളി എവിടെ പോയി എന്ന് ചോദിച്ചു. പള്ളിൻ്റെ അടുത്താണ് ഞാനുള്ളത്, ഞാൻ ഇതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, എന്നിട്ടും എനിക്ക് തിരിഞ്ഞിട്ടില്ല. 10 വെക്കുവായാലും 11ാം തവണ വരുമ്പോൾ നമ്മളേക്കും പിന്നെ ആ മറ്റോടത്തേക്ക് എങ്ങനെ പോയാലും ഏത് റൂട്ടിനാന്ന് പക്ഷികൾക്ക് പഴക്കൂല. ഇവര് പറഞ്ഞു പക്ഷികളെ കാണണ്ടല്ലോ ഇവിടെ. മറ്റോല് പറഞ്ഞു ഉണ്ടാവൂല. ഇവര് പറഞ്ഞു പോയി നോക്കി. എന്നാ മുടക്ക് ഒരു പോയി നോക്കിയപ്പോ വെള്ളം ഉണ്ട് അവിടെ. പാത്രമൊക്കെ എടുത്തിട്ട് ഓടിച്ചെന്ന് വെള്ളം മുക്കാൻ പോയപ്പോ ഒരു പെണ്ണോടി വന്നിട്ട് പറഞ്ഞു, വെള്ളം തുടരുത്, വെള്ളം എന്റെതാ. എന്നോട് സമ്മതം ചോദിച്ചോ? നിങ്ങൾ എന്നോട് സമ്മതം ചോദിക്കി. അപ്പോൾ വെള്ളം എടുക്കട്ടെ എന്ന് വെച്ചു. നിങ്ങൾ എനിക്ക് എന്താ തരാന്ന് വെച്ചു. ഹാജറാവിക്ക് എന്താ ആവശ്യം? എന്താ ആവശ്യം? നിങ്ങൾ മിണ്ടില്ല. ഹാജറാവിക്ക് എന്താ ആവശ്യം? പൈസ. ഞമ്മക്ക് തിന്നാൻ പറ്റൂലെങ്കിലും കുറേ കെട്ടിക്കണക്കിന് പൈസ ഉണ്ടായാൽ അതിൻ്റെ മേലെ ഇങ്ങനെ കിടക്കാൻ സുഖം. ഹാജറാബിക്ക് പൈസ അല്ല, ഭക്ഷണം ആവശ്യം. അപ്പൊ ഹാജറാബി എന്നോട് വിളിച്ചു, വെള്ളം എടുക്കട്ടെ. വെള്ളം എടുത്തോളൂ, നിങ്ങൾ എന്താ എനിക്ക് തരാന്ന് വെച്ചു. അപ്പൊ എന്താ നിങ്ങൾക്ക് ആവശ്യം? എനിക്ക് ഭക്ഷണം വേണം. ഭക്ഷണം ഇല്ല. അവരവരുടെ കയ്യിൽ ഭക്ഷണം കൊടുത്തു. അവർക്ക് പകരം വെള്ളം കിട്ടി. പിന്നെ ആ പ്രദേശത്തുകൂടെ പോകുന്ന ഏതു രാജ്യത്തെ യാത്രക്കാരാണെങ്കിലും ഓലൊക്കെ മക്കത്ത് വെള്ളം എടുക്കാൻ വരാൻ തുടങ്ങി. അപ്പൊ എല്ലാ രാജ്യങ്ങളുടെ ഭക്ഷണവും മക്കത്ത് അല്ലാഹു എത്തിച്ചു കൊടുത്തു. ഒരു പുൽക്കൊടി പോലും മുളക്കാത്ത മക്കയിൽ ഇന്നും ലോകത്തെ 200 ചില്ലാനം രാഷ്ട്രങ്ങളിലെ ഭക്ഷണവും കിട്ടുന്ന നാടിന്റെ പേര് ഒരു പുൽക്കൊടി പോലും മുളക്കാത്ത മക്ക എന്നാണ്. ഇബ്രാഹിം നബിയുടെ ദുആയാണ്, ഫജഅൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹി. ഞാൻ അവസാനിപ്പിക്കാം. ഒന്നും പറയില്ല. റമദാന് വരുന്ന റമദാൻ നന്നായി ഉപയോഗപ്പെടുത്തിക്കോളൂ. മക്കളില്ലാത്തവരൊക്കെയല്ലേ നല്ല ദ്വാരക്ക. റബ്ബിനോട് അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ. പണ്ടൊരു പെണ്ണുങ്ങൾ എന്നോട് ഉസ്താദ് എനിക്ക് ദ്വാരക്കാൻ അറിയില്ല, അപ്പൊ നിങ്ങളൊന്ന് ദ്വാരക്കിന്നാണ് മക്കത്ത് നിന്ന് എന്നോട് പറഞ്ഞേ. ഞാൻ എന്തേന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, എൻ്റെ പുതിയാപ്പൾക്ക് സുഖമില്ല, എൻ്റെ ഭർത്താവിന് സുഖമില്ല, സുഖാൻ ദ്വാരക്കണം.
പിന്നെയെന്ന് വെച്ചു എന്നോട് ഞാൻ മൂന്നാമത്തെ പുതിയാപ്പള കച്ചവടം തുടങ്ങിയിട്ട് വലിയ നഷ്ടത്തിലാണ് ഗൾഫിൽ, ഒന്ന് ശരിയാൻ ദ്വാരക്കണം. പിന്നെയെന്ന് വെച്ചു എന്നോട് ഞാൻ രണ്ടാമത്തെ പുതിയാപ്പള ഓനൊരു കിതാ കളിയാണ്. കിതാ മലയാളത്തിൽ ആ പെണ്ണുങ്ങൾ പറഞ്ഞ ഓനും ഒരു എന്താ നമ്മൾ മലയാളത്തിൽ പറയല്, എന്താ നിങ്ങൾക്കാണോ അതിന്റെ ഭാഷയൊക്കെ തിരിയാ നമുക്കാക്ക് എന്തേ ഓനൊരു തരികിട കളിയാണ്. ഒരു കിതാ ഒരു തരികിടയാണ് ഓന്. ആളൊരു സുഖല്ലേ എടുത്തു കുടുങ്ങി പോയിട്ടുണ്ട്. ഉസ്താദ് അവന്റെ സ്വഭാവം നന്നാൻ ദ്വാരക്കണം. അപ്പൊ ഞാൻ ഈ പെണ്ണുങ്ങളോട് പറഞ്ഞു, നിങ്ങളിപ്പൊ എന്നോട് പറഞ്ഞില്ലേ അതേമാതിരി അള്ളാഹിനോട് പറഞ്ഞാല് അതേപോലെ റബ്ബ് ഏത് ഭാഷയും അള്ളാഹു സ്വീകരിക്കൂല. അറബി തന്നെ വേണമെന്നുണ്ടോ? ഇല്ല. കണ്ണുനീരൊലിപ്പിച്ച് റബ്ബിനോട് പറയണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നലെ ദാരിമി ഉസ്താദ് റമദാന്റെ മുന്നൊരുക്കം പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. റമദാൻ പഠിപ്പിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയാണ്. ദുആയോടുകൂടെ തൗബയോടുകൂടെ റമദാനിലേക്ക് കിടക്കാൻ ഞാൻ അവസാനിപ്പിക്കുന്നു. ഒറ്റ കാര്യം കൂടെ ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയാം. റമദാന വരുന്നത് അല്ലാഹു തആല ഈ റമദാനിൽ പ്രത്യേക രാത്രിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ രാത്രിക്ക് അല്ലാഹു പേരിട്ടത് ലൈലത്തുൽ ഖദർ എന്നാണ്. അള്ളാഹുട്ട പേരാണ്. അല്ലാഹു തആല ഈ രാവിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രം ഒരധ്യായം ഇറക്കിയിട്ടുണ്ടല്ലോ. ഒരധ്യായം ഖുർആനിൽ 114 അധ്യായങ്ങളിൽ ഒരധ്യായം ലൈലത്തുൽ ഖദർ വിഷയം. സാധാരണ ഖുർആന്റെ ശൈലി എങ്ങനെ ഇറങ്ങല്, ഒരധ്യായത്തിൽ ഒന്നിലേറെ വിഷയം അള്ളാഹു പറയും. എന്നാൽ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞ സൂറത്തിൽ ലൈലത്തുൽ ഖദർ അല്ലാതെ ഒരൊറ്റ വിഷയവും അള്ളാഹു പറഞ്ഞിട്ടില്ല. അല്ലാഹു തആല പറയാം, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. അല്ലാഹു പറയാ ലൈലത്തുൽ ഖദർ എന്നാൽ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ്. അപ്പം 1000 ഇൻടു 30 എത്ര 1000 ഇൻടു 30 30,000. മുഹമ്മദ് നേരത്തെ ഇവിടെ കൂട്ടില്ലേ 150 ആൾക്കാർക്ക് 150 മുസല്ല കാർപ്പറ്റിന് 150 ഇൻടു 1100 എന്നാ മൂപ്പര് കൂട്ടി. 1100 എന്നല്ല പറഞ്ഞേ, 150 ഇൻടു 1100 എന്നാ മൂപ്പര് പറഞ്ഞു. അള്ളാഹു പറയുന്നത് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠം. 1000 ഇൻടു 30 എന്ന 30,000. 30,000 രാവുകളെക്കാൾ ശ്രേഷ്ഠമായ ഒരൊറ്റ രാവ്, അതാണ് ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊരു പ്രത്യേകത എന്താ അറിയോ, അള്ളാഹുവിന്റെ റഹ്മത്ത് ഇങ്ങനെ അള്ളാഹു തആല വാരിക്കോരി ചൊരിഞ്ഞു കൊടുക്കും. ലൈലത്തുൽ ഖദറിൽ വാരിക്കോരി ചൊരിയുന്ന എല്ലാവർക്കും അള്ളാഹു തആല പുറത്തു കൊടുക്കും. പുറത്തു കൊടുക്കാത്ത ഒരാളുണ്ടാവില്ല, ഒരു മുസ്ലിം ഉണ്ടാവില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുന്ന രാവാണ്. ആലിമീങ്ങൾ രേഖപ്പെടുത്താണ് അള്ളാഹു റഹ്മത്ത് ഇങ്ങനെ വാരിക്കോരി ചൊരിഞ്ഞു കൊടുക്കും. എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കും. ആ രാവിലും അള്ളാഹു പുറത്തു കൊടുക്കാത്ത റമദാന്റെ എല്ലാ രാവുമായിരിയല്ല, റമദാനിന്റെ എല്ലാ രാവുകളെയും പോലെയല്ല ലൈലത്തുൽ ഖദർ. അത്രമാത്രം അള്ളാഹു റഹ്മത്ത് വാരിക്കോരി ചൊരിയുന്ന രാവാണ്. അതിലും അള്ളാഹു പുറത്തു കൊടുക്കാത്ത 4 വിഭാഗമുണ്ട്. അതിൽ ഒന്ന് അഖുൽ വാലിദൈൻ, വാപ്പാനിമ്മാനും വെറുപ്പിച്ചവനാണ്. ഒറ്റ വാക്കിൽ ഞാൻ പറയാം, അവസാനിപ്പിക്കാം. തെറ്റിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാപ്പനോടോ അമ്മനോടോ പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ നന്നാവണം. ഉസ്താദെ വാപ്പ എനിക്ക് 10 സെന്റ് തരാന്ന് പറഞ്ഞു, ഇതുവരെ തന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത്. അത് വേറെ, ഇത് വേറെ. വാപ്പയോട് ഉമ്മയോട് പിണങ്ങി നിൽക്കുന്നവരെന്നെ നന്നാവണം. ഒന്ന്, അവരെ വെറുപ്പിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പൊരുത്തം വാങ്ങണം. ഇനി ആ അവസ്ഥയിൽ വാപ്പയമ്മ മരിച്ചു പോയിട്ടുണ്ടോ, ഈ വെള്ളിയാഴ്ച വരാൻ പോവല്ലേ, വെള്ളിയാഴ്ച കാത്തുക്കണം. ഞാൻ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞോളൂ, റമദാന്റെ തൊട്ടുമുള്ള വെള്ളിയാഴ്ച. എല്ലാവരും അവനവൻ്റെ വാപ്പാൻ്റെ ഇമ്മാൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് വിങ്ങി പൊട്ടി തേങ്ങി കരഞ്ഞവർക്ക് ദുആ ചെയ്യണം. വാപ്പാൻ്റെ ഇമ്മാൻ്റെ പൊരുത്തം കിട്ടാതെ ഒരു റമദാനും നമ്മൾ കുത്തി മറിഞ്ഞിട്ട് കാര്യമില്ല. ആരെങ്കിലും ഉണ്ടോ നന്നാവണം. അതേപോലെ മുദ്മിനു ഖംറിൻ, കള്ള് കുടിക്കുന്ന ആളുകൾ. കള്ള് എന്ന് പറഞ്ഞാൽ ബ്രാൻഡി എന്ന് മാത്രമല്ല, ഇതിലെല്ലാം പെടും. മറ്റേ ആനസ് പെടും, മറ്റേ സാധനങ്ങളൊക്കെ അല്ലേ പുതിയ എന്തൊക്കെ നമുക്ക് ഒന്ന് പറഞ്ഞാണ്. നിങ്ങൾക്കല്ലേ കുട്ടികളെ അതൊക്കെ സ്റ്റൈലൊക്കെ തിരിയാ. അങ്ങനെ ഈ
മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിക്കുന്ന. അല്ലാഹു തആല നല്ല ബുദ്ധി തന്നിട്ടേ അവന് നല്ല ബുദ്ധിയും കാര്യമൊക്കെ കൊടുത്തിട്ട് ഓനിങ്ങനെ അന്തം വിട്ടോണ്ട മാതിരി ഇങ്ങനെ നോക്കിക്കോ അവൻ ആകാശത്തേക്ക്. അപ്പൊ ആരോ പറഞ്ഞു ഓന് ലൗഹുൽ മഹ്ഫൂദൊക്കെ നോക്കുകയാണ്. ലൗഹുൽ മഹ്ഫൂദ് നോക്കല്ല, ഓനിപ്പോൾ പല കോലത്തിൽ സ്റ്റിക്കർ ഒട്ടിക്കല്, ചെറിൻ്റെ ചൂട്ടിൽ ഒട്ടിക്കല്, കയ്യിൻ്റെ വിരലുമ്പോൾ മുറിയൊക്കെ ഒട്ടിക്കല്, ഇങ്ങനൊക്കെ ഉണ്ട്. ഉമ്മാക്ക് കണ്ടാൽ തോന്നാ ഓനിതെന്തോ മുറിയായിട്ട് പിന്നെ ബാൻഡേജ് ചുറ്റിയതാണെന്ന്. വേറെ ചില സംഗതിൻ്റെ സ്പ്രേ മൂക്കിൽ കണ്ട് അടിച്ചു കൊടുത്താൽ മതി, പിന്നെ ഓൻ്റെ നോട്ടം പോയവൻ ലൗഹുൽ മഹ്ഫൂദൊക്കെ. അല്ലാഹു തആല തന്ന ബുദ്ധി നശിപ്പിക്കുക. മുദ്മിനു ഖംറിൻ, അങ്ങനത്തെ ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും. കുടുംബബന്ധം മുറിച്ച ആൾക്കും അല്ലാഹു പുറത്തു കൊടുക്കില്ല. എല്ലാവരോടും ഞാൻ പറയാം, വാപ്പന്റെ കുടുംബത്തിലോ ഉമ്മന്റെ കുടുംബത്തിലോ ഭാര്യന്റെ കുടുംബത്തിലോ അയൽപക്കത്തോ ചങ്ങാതിമാർ ആരോടെങ്കിലും അസ്വസ്ഥതകളോ അകൽച്ചയോ ഉണ്ടെങ്കിൽ നന്നാവണം. അടുത്ത് ഈ കൊല്ലത്തെ റമദാൻ കഴിഞ്ഞ് ഇഞ്ഞൊരു റമദാൻ നമുക്ക് കിട്ടുന്നൊന്നും ആരും വിചാരിക്കണ്ട. അങ്ങനെ വിചാരിച്ച പലരൊന്നും മണ്ണിന്റെ അടിയിലാണ്. അതുകൊണ്ട് ഈ റമദാൻ കൃത്യമായി ഉപയോഗപ്പെടുത്തണം. നാലാമത്തത് ശരീരത്തിൽ ചായം പൂശുന്ന പെണ്ണുങ്ങൾ. അതേപോലെ പുരുഷന്മാർ. ചില കുട്ടികളൊക്കെ മുടി ഉണ്ടില്ലെങ്കിൽ എല്ലായിടത്തും കറുപ്പ, ഇവിടെ മാത്രം അങ്ങനെ ഈ പശുക്കുട്ടിന്റെ വാലിന്റെ മാതിരി. ചില പശുക്കുട്ടി ഉണ്ടില്ലെങ്കിൽ പശുക്കുട്ടി ചോപ്പാ, പക്ഷെ വാലിന്റെ മാത്രം അവിടെ കാണൊരു വെളുപ്പ്. ഞാൻ മോളാജി ഞാനെന്തൊരു പേരൊക്കെ ഉണ്ട്, പശുവിനെ വളർത്തുന്നവർക്ക് തിരിയുള്ളൂ. അതേപോലെ ചില സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട്, കൈയിന്റെ നഖങ്ങളിൽ ചായം, ചുണ്ടുകളിൽ ചായം, കവിളിൽ ചായം, മുടിയിൽ ചായം. അല്ലാഹു തആല റഹ്മത്ത് വാരിക്കോരി ചൊരിയുന്ന പരിശുദ്ധമായ രാവിൽ